ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി, നിങ്ങൾ ധാരണകൾ വെച്ച് പുലർത്തരുത്. പലരെ പറ്റിയും പലതും വിളക്ക് ധരിക്കുക. ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ, ധാരണകൾ പലതും തെറ്റാണ്. വലാ തജസ്സസൂ, നിങ്ങൾ ഒരാളെ പറ്റി ഇങ്ങനെ എന്താ ജാസൂസായിട്ട് ഉള്ളു കൂടി ഇങ്ങനെ അയാളാ എവിടെ പോയത്, അപ്പൊ എന്താ ചെയ്തേ, ഇപ്പൊ എന്താ ഇങ്ങനെ ചിക്കി കുത്തി പഠിക്കാൻ നോക്കാം. എന്ത് സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നു? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ചില സ്വഭാവം എന്താ അറിയോ, സ്വന്തം ഭാര്യമാരെ പോലും പലർക്കും വിശ്വാസമില്ല. ഭാര്യന്റെ ഫോണ് വാങ്ങിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക, ഇവളാരെല്ലാം വിളിച്ച്, ഇവളാർക്കെല്ലാം വാട്സപ്പ് ചെയ്ത്, എന്ത് വിവരക്കേടാണ്. അതിന്റെ ആവശ്യമുണ്ടോ? ഒരു ഭാര്യയെ നമുക്ക് വിശ്വസിച്ചൂടെ? ഇതേപോലെ ഭർത്താവ് ആരെല്ലാം വിളിക്കുന്നത്, ആരെല്ലാം സംസാരിക്കുന്നത്, ഇങ്ങനെ സംശയിക്കാൻ പാടില്ല. അങ്ങനെ സംശയങ്ങളൊന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പിന്നെ ചിലർ ചോദിക്കും, സംശയമൊന്നുമില്ലാണ്ട് ഉസ്താദേ, ഞങ്ങള് അവനങ്ങ് പോയിട്ട് ഏതോ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചാലോ, നമ്മളിതിനെ നോക്കുന്നു, മോന് വള്ളേറ്റാക്കാന്നല്ലാതെ. ഒരാൾ തെറ്റിയില്ല, അയാൾ വന്നേറ്റേക്കൊള്ളണം. നമ്മളിങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അന്വേഷിക്കാൻ പറഞ്ഞു നമ്മളോട്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്തതിൽ ഇടപെടൽ. ഇതുപോലെ വലിയ വലിയ ചർച്ച വരുന്നത്, വലിയ വലിയ ആലിമീങ്ങൾ ചർച്ച ചെയ്യേണ്ട ചർച്ചയാണ്. അതിൽ നമ്മളെ പോലത്തെ ഒരു എന്റെ അഭിപ്രായം എങ്ങനെയാണെന്ന് ചിലപ്പോൾ എന്തെന്റെ അഭിപ്രായം, അവൻ അഭിപ്രായം പറയണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം വേണം. ഒരറിവില്ലാത്തവൻ ഇങ്ങനെ കുത്തിരിഞ്ഞിട്ട് പീഡിയത്തിൻ്റെ ഇരുന്നിട്ട്, ചില സ്ഥലത്തുണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചില ചായപ്പീടിയുണ്ട്, ബെഞ്ചിന് 3 കാലുണ്ടാവും, ഒരു കാല് തൂണിനോട് പിടിച്ച് കെട്ടിയതായി. അങ്ങനത്തെ കുറെ ചായപ്പീടികളുണ്ട്. അവിടെ ഉണ്ട് രാവിലെ ഒരു കട്ടൻ ചായയും പൂട്ടും. അവിടെ ഇരുന്നിട്ട് ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയും. എന്തിനെ പറ്റി എന്തെങ്കിലും തിരിഞ്ഞിട്ടാ എന്തെങ്കിലും പറയണം. ഇതൊന്നും ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടാകേണ്ട സ്വഭാവമല്ല ഞാൻ പറഞ്ഞത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅ്നി. ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക. ആവശ്യമുള്ള എത്ര ഉണ്ട് നമുക്ക് പറയാൻ. ഞാൻ പറയാ, ഞാനൊരു നല്ല ആളല്ല കേട്ടോ, നിങ്ങളൊക്കെ ഞാൻ നന്നാൻ വേണ്ടി വരക്കണം. നമ്മളെല്ലാവരും അള്ളാഹ് നന്നാക്കി തരട്ടെ. നമ്മൾ ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഖുർആൻ എത്ര ഓതി, എത്ര ജുസ് ഖുർആൻ ഓതി, എത്ര പേജ് ഖുർആൻ ഓതി, നമ്മൾ നേരം വെളുത്തതിന് എത്ര സലാത്ത് ചൊല്ലി, ഇന്ന് നേരം വെളുത്തതിന് നമ്മൾ എത്ര സുബ്ഹാനല്ലാഹ് ചൊല്ലി, ഇന്ന് നേരം വെളുത്തതിന് എത്ര അൽഹംദുലില്ലാഹ് പറഞ്ഞു, എത്ര അല്ലാഹു അക്ബർ പറഞ്ഞു. ഒക്കെ നമുക്ക് സ്വർഗത്തിലേക്ക് നടുന്ന മരങ്ങളാണ്. അതേ, അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, നന്മയുടെ തുലാസ് തൂങ്ങുന്ന അമല. പക്ഷെ നമ്മൾ എത്ര ദിവസം പ്രാവശ്യം പറഞ്ഞു. ചിലർക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പോലും അൽഹംദുലില്ലാഹ് അറിയില്ല. അറബികൾ കൈഫാലൊക്കെ ചോദിച്ചാൽ ഉടനെ അൽഹംദുലില്ലാഹ് അറിയും. ബാപ്പ മരിച്ച ഉടനെ ചോദിച്ചാലും അൽഹംദുലില്ലാഹ് അറിയില്ല. നമ്മളോ എങ്ങനെയുണ്ട്, അങ്ങനെ പോകുന്നു. ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടും വലിയ പണിയാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ വേണ്ടത്. എപ്പോഴും അള്ളാഹിനെ സ്തുതിച്ചുകൊണ്ടല്ലേ വേണ്ടത്. എന്ത് പ്രശ്നം വന്നാലും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടല്ലേ മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പൊ അങ്ങനെ എത്രല്ലാം ഉണ്ട്, നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടെന്നല്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹിന്റെ ബഹുമാനം ആർക്കാ അറിയാത്തത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് ഒരു ദിക്റാണ്, അൽഹംദുലില്ലാഹ് വേറൊരു ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു ദിക്റാണ്, അല്ലാഹു അക്ബർ 4 ദിക്റാണ്. അതിന്റെ ബഹുമാനം ആർക്കാ അറിയാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ബഹുമാനം ആർക്കാ അറിയാത്തത്? എല്ലാ തിന്മകളും കൊണ്ട് പടച്ച റബ്ബേ, മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കുമ്പോ നന്മന്റെ തുലാസിന് ശരിക്കും വെയിറ്റ് വരുന്നില്ല. മനുഷ്യൻ പേടിച്ച് പറക്കുന്ന സമയം അള്ളാന്റെ കോടതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്തുൽ തൗഹീദ് അത് കൊണ്ടുവന്ന് നന്മയുടെ തുലാസിൽ വെക്കുന്നത് വരെ വലിയ ബേജാറാണ്. അതങ്ങ് വെച്ചപ്പോൾ വലിയ തൂക്കം കിട്ടിപ്പോയി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് എത്ര എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും എൻ്റെ സഹോദരിമാരെ. എന്ത് പണിയെടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പണിയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദിവസം ഞാൻ ഇത്ര ചൊല്ലൂ നിങ്ങൾ തീരുമാനിച്ചിട്ടങ്ങ് ചൊല്ലി തീർക്കുക. 100 സലാത്തെങ്കിലും ചൊല്ലൂ തീരുമാനിച്ചിട്ട് 100 ചൊല്ല. 100 ചൊല്ലണ്ട്, അതിലേക്കാണ് കൂടുതലായി ചൊല്ലണ്ട്. അതുപോലെ ഇത്ര ജുസ് ഞാൻ ഖുർആൻ ഓതും, അല്ലെ ഇത്ര പേജ് ഞാൻ ഖുർആൻ ഓതും തീരുമാനിക്കാതെ നടക്കൂല. ടൈം ടേബിൾ ഇല്ലെങ്കിൽ കുട്ടികളൊന്നും പഠിക്കലുണ്ടാവില്ല. നിങ്ങൾ മദ്രസയിലൊന്നും ടൈം ടേബിൾ ഇല്ല. എന്നാൽ കുട്ടികൾ എന്താ ചെയ്യുക, അങ്ങോട്ട് കൊണ്ട് കുറെ വർത്താനം നേരം പോകും. നമ്മുടെ ജീവിതത്തിനൊരു ടൈം ടേബിൾ വേണം. ആ ടൈം ടേബിൾ വെച്ചിട്ട് ഞാൻ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യും, ഇത്ര ചെയ്യും. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര നന്മകൾ നമുക്ക് പാരത്രിക ലോകത്തേക്ക് സമ്പാദിക്കാം. പക്ഷേ ഈ സദസ്സിൽ ഏറ്റവും സമ്പാദ്യമില്ലാത്തവൻ പാവപ്പെട്ട ഞാനായതിനാൽ
എനിക്കത് പറയാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലല്ലോ എന്നത് എൻ്റെ മനസ്സിന് മനസ്സാക്ഷിക്കൊണ്ടുണ്ടാകുന്നു. പ്രിയപ്പെട്ട മൊയ്തു മുസ്ലിയാർ അവറുകൾ, അദ്ദേഹത്തിൽ നിന്നൊരു അനാവശ്യം ആരും കേൾക്കാറില്ല. നല്ല കാര്യങ്ങളാണ് കേൾക്കാറുള്ളത്, നല്ലതിലാണ് അദ്ദേഹം പങ്കെടുക്കാറുള്ളത്, ഏറ്റവും നല്ലതാണെന്ന് മനസ്സിലായതിലാണ് അദ്ദേഹം പങ്കെടുക്കാറുള്ളത്, ബന്ധപ്പെടാറുള്ളത്. അങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ചു. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു, നിശ്ചയമായും നല്ല വിശ്വാസമുള്ളവർ, വഅമിലു സ്വാലിഹാത്ത്, നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചവർ, സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, റഹ്മാനായ അള്ളാഹു അവർക്ക് സ്നേഹത്തെ ആക്കി കൊടുക്കും. അള്ളാഹു സ്നേഹം കൊടുക്കും. അതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരിയെ പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഹദീസുകൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അള്ളാഹുവിനെ ഒരാൾ ശരിക്കും സ്നേഹിച്ചാൽ, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവൻ പറയുന്നതിനപ്പുറം നടക്കും. ഒരാള് നമ്മുടെ ബാപ്പാനെ സ്നേഹിച്ചാൽ ബാപ്പ പറയുന്നതിനപ്പുറം ഉണ്ടാവും, ഉസ്താദിനെ സ്നേഹിച്ചാൽ ഉസ്താദ് പറയുന്നതിനപ്പുറം ഉണ്ടാവോ? അങ്ങനെയല്ലേ? ഒരു നേതാവിനെ സ്നേഹിച്ചാൽ ആ നേതാവ് പറയുന്നതിനപ്പുറം ഉണ്ടാവില്ലല്ലോ. അതിലെ സ്നേഹം. അങ്ങനെ ശരിക്ക് അള്ളാഹുവിനെ ഒരാൾ സ്നേഹിച്ചാൽ അള്ളാഹു അവനെയും സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു മലക്ക് ജിബ്രാഈൽ അലൈഹിസ്സലാമിനോട് പറയും, ഇന്ന ഒരാൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുമ്പോൾ സ്നേഹം പ്രകടമാകുമല്ലോ, പ്രവർത്തനത്തിൽ പ്രകടമാകും, രീതിയിൽ പ്രകടമാകും, സ്വഭാവത്തിൽ പ്രകടമാകും. എന്തെല്ലാം അല്ല കൈയൊഴിക്കാൻ പറഞ്ഞതൊക്കെ കൈയൊഴിക്കും, വിരോധിച്ചതൊക്കെ കൈയൊഴിക്കും, കൽപ്പിച്ചതൊക്കെ എടുക്കും. അല്ല പൊരുത്തപ്പെട്ട സ്ഥലത്ത് ധാരാളം, പള്ളിയിൽ ധാരാളം ഉണ്ടാവും. അതുപോലെ നല്ല സദസ്സുകളിൽ ഉണ്ടാവും, നല്ലതിനൊക്കെ ഉണ്ടാവും. വടക്കിനൊന്നും ഉണ്ടാവില്ല, കളി കാണാൻ പോവില്ല, ഏതെല്ലാമോ കളി കളിക്കുന്നുണ്ട്, അവറത്ത് മറക്കാത്ത കളി. അല്ലെങ്കിൽ ഏതെല്ലാമോ പെണ്ണുങ്ങൾ തുള്ളുന്നുണ്ട്, ഒന്നും കാണാൻ പോവില്ല. അള്ളാഹുവിനെ സ്നേഹിച്ചവൻ അവിടെയൊക്കെ അള്ളാഹു പൊരുത്തപ്പെടുകയില്ലേ നോക്കുന്നു. എന്നിട്ട് ഏത് വിഷയത്തിലും പങ്കെടുക്കുള്ളൂ. ശരിക്കും സ്നേഹിച്ചാൽ അങ്ങനെയല്ലേ? അങ്ങനെ എന്നെ സ്നേഹിച്ച ആളെ ഞാൻ അങ്ങോട്ടും സ്നേഹിക്കുന്നു. അതൊരു വല്ലാത്ത കിട്ടല. അള്ള സ്നേഹിച്ചു കിട്ടാതല്ല. നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രധാനപ്പെട്ട നേതാവോ മന്ത്രിയോ കലക്ടറോ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ആളോ ഒരാൾ സ്നേഹിച്ചാൽ നമുക്ക് വലിയ വിഷയമായിട്ട് നമുക്ക് വലിയ സന്തോഷം. ഇപ്പൊ ഇങ്ങനെയല്ലേ മനുഷ്യന്മാരെ സ്വഭാവം തന്നെ. ഇപ്പൊ എന്താ, ഒരു സ്ഥലത്തും പോയിക്കൂടാ, ഒരു സെൽഫി എടുത്തോട്ടെ, കാര്യമായ സംഭവമാണ്, ഒരു സെൽഫി എടുത്തോട്ടെ. സ്നേഹിക്കുന്നവരായിരിക്കും അങ്ങനെ ചോദിക്കുന്നത്. ചിലപ്പോൾ പറ്റിക്കാനും ഉണ്ടാവും, ചിലതങ്ങനെ എടുത്തിട്ട് പറ്റിക്കുന്ന സ്വഭാവം ഉണ്ട്. ചില അങ്ങനെയാണ് മനുഷ്യന്മാരോട് രണ്ട് ജാതി ഉണ്ടല്ലോ, എല്ലാം അങ്ങനെ തന്നെയല്ലേ. അപ്പോ സ്നേഹം പ്രകടിപ്പിക്കുന്ന ചില ആളുകൾ അവർ ഒരു ഫോട്ടോ ഒന്നിച്ചെടുക്കാൻ വലിയ താല്പര്യമായി ഇരിക്കട്ടെ. അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അടുത്തു നിൽക്കണം, കൂടെ നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അത് ഇങ്ങോട്ട് സ്നേഹിക്കുന്നവർ. നമ്മളിപ്പോ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ സ്നേഹിക്കുന്നുണ്ട്, അയാൾ നമ്മളെ വിവരം തന്നെ അറിയില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിനെ സ്നേഹിക്കും, അയാൾ നമ്മളെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അയാൾ ഇങ്ങോട്ട് എങ്ങനെ സ്നേഹിക്കല്? അള്ളാഹു അങ്ങനെയുള്ള ഭരണാധികാരിയല്ല. അള്ളാഹു ഓരോ സെക്കൻഡിലും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബാ. ആ റബ്ബിനെ അങ്ങോട്ട് സ്നേഹിച്ച് ആ നിലയ്ക്ക് ജീവിക്കുമ്പോ അല്ലാഹു തആല ഇങ്ങോട്ട് സ്നേഹിക്കും. അതാണ് ഖുർആൻ പറഞ്ഞില്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയൂ നബിയേ, അല്ലാഹുവിനെ സ്നേഹിക്കാണോ? എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന എന്നെ നിങ്ങൾ സ്നേഹിക്കുകയും എന്നെ പിന്തുടരുകയും ചെയ്യുക. ഞാൻ ജീവിച്ച ശൈലിയിൽ ജീവിക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ചല്ലേ, ഖുർആൻ ഓതിയതല്ലേ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ 100 പ്രാവശ്യം ചൊല്ലിയതല്ലേ, നമ്മളൊരു 10 പ്രാവശ്യമെങ്കിലും ചൊല്ലണ്ടേ? അങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട് വല്ലാത്ത സ്നേഹം, ദീന് പ്രചരിപ്പിക്കുന്ന ആലിമീങ്ങളോട് സ്നേഹം, നബി കുടുംബമായ തങ്ങന്മാരോട് സ്നേഹം, ആദരവ്, പ്രായമുള്ളവരെ ബഹുമാനിക്കാൻ നബിതങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രായമുള്ളവരോട് ബഹുമാനം, കുട്ടികളോട് കാരുണ്യം കാണിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളോട് കാരുണ്യം, മാതാപിതാക്കളെ നന്നായി പരിഗണിക്കണം, അവരോട് ഒരക്ഷരം പോലും അവരുടെ മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നത് പറയാൻ പാടില്ല എന്ന് ഖുർആൻ. വലാ തൻഹർഹുമാ, അവരെ ഗൗരവത്തോടെ ഉമ്മവാപ്പമാരോട് സംസാരിക്കാൻ പാടില്ല. ബക്കറ്റ് കൊണ്ട് വരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കും. അല്ലാഹു തആല എല്ലാ നല്ല കാര്യങ്ങളും സ്വീകരിക്കുമാറാകും. സുഹൃത്തുക്കളെ, അങ്ങനെ മാതാപിതാക്കൾക്ക് വലിയ പരിഗണന.
മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അവരോട് സാധാരണ മറ്റുള്ളവരോട് പറയും പോലെ പറയാൻ പാടില്ല. എന്നെ കൊണ്ടാവില്ല, ഉമ്മാനോട് ഉപ്പാനോട് ഉപ്പാപ്പാനോട് ഉമ്മാനോട് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നെ കൊണ്ടാവില്ല എന്ന് പറയാൻ പാടില്ല. ആവൂലെങ്കിലും പറയാൻ പാടില്ല. എന്ത് പറയും, ആവൂലാത്ത എന്താ പറയുക, ആവൂലാന്നല്ല അങ്ങനെയല്ല പറയണ്ടേ. എന്നെ കൊണ്ടാവില്ല എന്നല്ല പറയണ്ടേ. ഞാൻ നോക്കട്ടെ, സാധിച്ചെങ്കിൽ ഞാൻ നോക്കാം, ഇല്ലെങ്കിലും ഒന്നും വിചാരിക്കരുതേ, അങ്ങനെ പറയാവൂ. അല്ല എന്നെ കൊണ്ടാവില്ല എന്ന് ഉമ്മാനോട് പറയാൻ പാടില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് പാപ്പാനോട് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് വലിയ അദബുകളാണ്. വളരെ വിനയാന്വിതരായി മാന്യത പുലർത്തി സംസാരിക്കണം. കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കണമെന്നായിരുന്നു. ഉമ്മാക്ക് ചുമല് കാണിച്ചു കൊടുക്കണം. ഉമ്മാക്ക് വേണം എന്റെ പുറത്ത് കയറിക്കോളി, ആ രൂപത്തിലുള്ള സ്വഭാവമായിരിക്കണം നമുക്ക്. പുറത്ത് ഉമ്മാനെ കാറ്റുമ്പോൾ ശ്രദ്ധിക്കണം. രോഗമുള്ളവരൊന്നും കെട്ടിയിട്ട് പിന്നെ ഉരുണ്ട് വീകാൻ പാടില്ല. അത് മറ്റൊന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരം. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇതൊക്കെ അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചതല്ലേ. അല്ലാഹു പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തി. ഒരിക്കലും മകൾക്കൊരു കല്യാണം അന്വേഷിക്കണം. നല്ല പൈസക്കാരനാണ്, പക്ഷെ കുറച്ച് വാട്ടീസ് അടിക്കും, കുറച്ച് വെള്ളടിക്കും. അങ്ങനെ വെള്ളം കുടിക്കുമെന്നല്ല, പിന്നെ ലഹരി ഉപയോഗിക്കും. എത്ര വലിയ കോടീശ്വരനാണ്, എനിക്കവും വേണ്ട. നല്ല പണക്കാരനാണ്, ആളുടെ ബാങ്ക് അംഗീകാരം കണ്ടാലും നല്ല ചൊങ്കനാണ്, പക്ഷെ ആള് ജമാഅത്ത് ഇസ്ലാമി അല്ലേ, മുജാഹിദാണ്. എന്റെ മകൾക്ക് അത് വേണ്ട. പിന്നെ അതിലൊരു കുട്ടി ജനിച്ചിട്ട് ഉപ്പാപ്പ മുശ്രിക്കാണ്, മങ്കൂസ് പോലും തോന്നിയ ഉപ്പാപ്പ മുശ്രിക്കാണ് എന്ന് പറയാനല്ലേ, അല്ലെങ്കിൽ ഉപ്പാപ്പാന്റെ കബറിങ്ങ പോയാൽ തെറ്റാണെന്ന് പറയാനല്ലേ. അങ്ങനത്തെ ഒരു കുട്ടി എനിക്ക് ജനിക്കണ്ട, എന്റെ മോക്കും ജനിക്കണ്ട, മോനിക്കും ജനിക്കണ്ട. ഇത് ഈമാനാണ്. ഈമാൻ, ശരിയായ ഈമാൻ. ആ ഈമാനുള്ളവർ അവരെയാണ് നബിതങ്ങളെ പിന്തുടർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നബിയെ തങ്ങൾ പറയൂ, എന്നെ പിന്തുടർന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ അല്ലാഹു നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ച് കിട്ടണം, അവിടെയാണ് വിജയം. അല്ലാഹുവേ, ഇങ്ങോട്ട് നീ സ്നേഹിക്കാൻ വകുപ്പുള്ള ഒന്നും ഞങ്ങളെ കൈവശത്തിലില്ല. നീ ഞങ്ങളെ വെറുക്കാൻ നിമിത്തമാകുന്ന പലതും ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവർക്കും, ഉമ്മ ബാപ്പമാർക്കും, ഉസ്താദുമാർക്കും, ശിഷ്യന്മാർക്കും, സ്നേഹിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ മാപ്പാക്കി തരണം അല്ലാഹ്. എപ്പോഴും പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കുന്ന മനസ്സ്, അതേ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹുവിലേക്ക് ധാരാളം ഖേദിച്ച് മടങ്ങി പറയുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും, അല്ലാഹ് സ്നേഹിക്കും. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, സ്വഭാവം സംശുദ്ധമായ സ്വഭാവം, പ്രവർത്തനം സംശുദ്ധമായത്, സാമ്പത്തികം സംശുദ്ധം, മറ്റൊരുത്തരുടെ ഒരു ഹക്കും വിട്ടുപോയിക്കൂടാ. എല്ലാ രംഗത്തും സംശുദ്ധമായ ജീവിതം നയിക്കുന്നവർ, വൃത്തിയോടെ ജീവിക്കുന്നവർ, അവർ അല്ലാഹു സ്നേഹിക്കും. അങ്ങനെ അല്ലാഹു സ്നേഹിക്കുന്ന കക്ഷികൾ, അല്ലാഹു അവരെ സ്നേഹിക്കുമ്പോൾ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് പറയുന്നു, ഓ ജിബ്രീൽ, ഒരാൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, നിങ്ങളും സ്നേഹിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മലക്കുകളിൽ വിതരണം ചെയ്യുന്നു, മലക്കുകൾ അതറിയുന്നു. അങ്ങനെ ആകാശ ലോകത്തുള്ള മലക്കുകൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഭൂമിയിലുള്ള ജനങ്ങളിലേക്കും വന്നു ചേരുന്നു. അങ്ങനെ സ്നേഹം ലഭ്യമാകുന്ന ആളുകൾ, അതാണ് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ, വളരെ വിനയാന്യതനായി നടന്നു പോകുന്ന പ്രിയപ്പെട്ട മൊയ്ദ് ഉസ്താദ് ആ നിലക്ക് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹു തിരിച്ചും സ്നേഹം കൊടുത്തിട്ടുള്ള ഒരാളാണെന്ന് ഇന്നത്തെ ഈ പരിപാടി അടക്കം നമ്മുടെ ഓരോ വിഷയങ്ങളും കാണുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൊയ്ദ് ഉസ്താദിനും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും, ഉമ്മബാപ്പമാർക്കും, ഉസ്താദുമാർക്കും, ശിഷ്യന്മാർക്കും, നമുക്കും അല്ലാഹുവിന്റെ സ്നേഹം അർഹതയുണ്ടായിട്ടല്ല, അവന്റെ ഔദാര്യം കൊണ്ട് റബ്ബ് നമ്മളെ സ്നേഹിക്കുന്നവരിൽ പെടുത്തി തരട്ടെ. നമുക്ക് അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല
നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബ് വലിയ പുണ്യമാസമാണ്, നോമ്പിന് പ്രത്യേകതയുള്ള മാസമാണ്. അത് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ സുന്നത്ത് നോമ്പെടുത്ത മാസമാണ് ശഅബാൻ. ഇവിടുന്ന് പറഞ്ഞു റജബ് എല്ലാവർക്കും അറിയാം, അതെ അത് നോമ്പിന്റെ മാസമാണ്. റമളാൻ എല്ലാവർക്കും അറിയാം, നോമ്പ് നിർബന്ധമാണ്. അതിന്റെ ഇടയ്ക്ക് ഈ ശഅബാന് അങ്ങ് ഞെരിഞ്ഞു പോയാൽ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാൻ ശഅബാനിൽ ധാരാളം നോമ്പ് വെക്കുന്നത്. അപ്പോ ശഅബാനും റജബും റമളാനും ഒക്കെ വലിയ പുണ്യമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് തൗബ ചെയ്യുകയും സൽക്കർമ്മങ്ങൾ ധാരാളമായി നിർവഹിക്കുകയും വേണം. ശഅബാൻ 15 ബറാഅത്ത് രാവ്, ദുആ ഇജാബത്തുള്ള രാത്രിയാണ്, വലിയ പുണ്യമുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് 13 അയ്യാമുൽ തശ്രീഖ് ആയതുകൊണ്ട് പറ്റൂല. റമളാൻ പിന്നെ നിർബന്ധമായതുകൊണ്ട് പിന്നെ സുന്നത്തില്ലല്ലോ. മറ്റുള്ള എല്ലാ മാസത്തിലും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ പിന്നെ ശഅബാൻ 15 നോമ്പെടുക്കണമെന്ന് പറയേണ്ടിയില്ലല്ലോ. എല്ലാ പണ്ഡിതന്മാരും അത് പഠിപ്പിച്ചാണ്. ചില പുത്തൻവാദികൾ ഇവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശഅബാൻ 15 നോമ്പെടുത്താൽ മൂർപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്, വിവരക്കേട്. സുഹൃത്തുക്കളെ, ശഅബാൻ 15 എല്ലാ മാസവും 15 നോമ്പ് സുന്നത്ത്, ശഅബാൻ 15 നോമ്പ് സുന്നത്ത്. എന്നാൽ പിന്നെ ശഅബാൻ 15 അതെ ആ എല്ലാ മാസവും ഉള്ള സുന്നത്തിന്റെ പുറമെ ബറാഅത്തിന്റെ ദിവസം എന്ന നിലക്ക് പ്രത്യേകം സുന്നത്തുണ്ടെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ ഫതാവയിൽ കാണാം. അപ്പൊ 2 അഡ്രസ്സിൽ സുന്നത്തുണ്ട് എന്നായി. അതുകൊണ്ട് ശഅബാൻ 15 നോമ്പെടുക്കുക, റമളാനിനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുക. നമ്മൾ ഖുർആനോത്ത് റമദാനായിട്ട് തുടങ്ങുന്നതിന് പകരം ഇപ്പോൾ തന്നെ ഖുർആനോത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക. റമദാനായിട്ട് എനിക്ക് സദഖ ചെയ്യാന്ന് വിചാരിക്കുന്നതിന് പകരം ഇപ്പൊ തന്നെ കൊടുക്കുക. ഞാൻ റമദാന്റെ മുമ്പ് തൂവക്കുത് എന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ സ്ഥാപനത്തിന്റെ മുന്നിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തി. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ റമദാൻ വരെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, അവിടെ ഇപ്പൊ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വിളക്കോട്ടൂർക്കാരൻ പോക്കർ ഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് 1,00,000 ഉറുപ്പിക സിറാജുൽ ഹഖ് സംഭാവന വാഗ്ദത്തം ചെയ്ത ഒരാളായി. എന്തോ ഒരു കാര്യം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് പിന്നീട് കാണാന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഞാൻ വീട്ടിലെത്തി. നേരം വെളുക്കുമ്പോൾ അറിയുന്നത് പോക്കർ ഹാജി മരിച്ചുപോയി എന്നാണ്. ഇതെന്റെ ഒരു അനുഭവം പറഞ്ഞാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴാണ് മരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് എപ്പോഴും മരണം നമ്മുടെ മുന്നിലുണ്ട് എന്ന ബോധത്തോടുകൂടെ തഖ്വയോടുകൂടെ ജീവിക്കാനും ചെയ്തു പോയ തെറ്റുകൾ പടച്ചവനോട് കരഞ്ഞു പറഞ്ഞ് പൊറുപ്പിച്ച് ജീവിക്കാനും ആ സംശുദ്ധി നിലനിർത്തി ജീവിക്കാനുമുള്ള തൗഫീഖ്, ഭാഗ്യം അർഹമർ റഹീമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും ഇതിനെ സഹായിച്ചവർക്കും സഹായിക്കുന്നവർക്കും ഇത്തരം നല്ല കാര്യങ്ങൾ അഫ്ളലുൽ അഅമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ളു ഫില്ലാഹ്, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഹുബ്ബു ഫില്ലാഹ്, പടച്ചവന്റെ പേരിൽ സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക. മൊയ്തു മുസ്ലിയാരെ നമുക്ക് കുറെ പൈസ എണ്ണി തന്നിട്ടോ അല്ലെങ്കിൽ കുറെ ബിരിയാണി വാങ്ങി തന്നിട്ടൊന്നല്ലല്ലോ നമ്മളാരും സ്നേഹിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. നമ്മൾ പുത്തൻവാദികളോട് സ്നേഹമില്ല, അതേപോലെ അതാ യുക്തിവാദികളോട് സ്നേഹമില്ല, അതേപോലെ പുത്തനാശയക്കാരോട് സ്നേഹമില്ല. അവരെ ആദരിക്കാനും സ്നേഹിക്കാനും നമ്മൾ പോകില്ല. എന്തേ? അള്ളാഹുവിന് വേണ്ടി അവരെ വെറുക്കുകയാണ്. അള്ളാഹിന്റെ ദീന് മാറ്റിമറിച്ചവർ, അള്ളാഹുവിന്റെ ദീന് കട്ട് ചെയ്തവർ, ഉള്ള റകഅത്തിന്റെ എണ്ണം ചുരുക്കിയവർ, എല്ലാവരുടെയും ജുമുഅ ബാത്തിലാക്കിയവർ, അറബിയിൽ മാത്രം ഖുതുബ ഓതി, അറബിയിൽ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിർവഹിച്ചു. സഹാബത്ത് അങ്ങനെ നിർവഹിച്ചു. 1300 കൊല്ലമുള്ള ലോക മുസ്ലിം പണ്ഡിതന്മാരും അങ്ങനെ നിർവഹിച്ചു. ആ മുസ്ലിമീങ്ങളെ ജുമുഅ ബാത്തിലാക്കാൻ വേണ്ടി മലയാളത്തിൽ ഖുതുബ ഓതിട്ട് അറബിയിൽ ജുമുഅ ഉണ്ടാക്കി. ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്തവർ, അവരോടുള്ള വെറുപ്പിന്റെ കാരണം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പാണ്. അല്ലാതെ നമ്മൾക്ക് വേറെന്തെങ്കിലും
ചെയ്തത് കൊണ്ടല്ല. എൻ്റെ ബാപ്പ കുട്ടിക്കാലത്ത്, ഞങ്ങൾ കുട്ടിക്കാലിരുന്ന സമയത്ത് അങ്ങോട്ടും ആങ്ങളെയും പെങ്ങളും ഏട്ടനും അതിനൊക്കെ ചെറിയ ഈ ശണ്ട കൂടുന്ന ഒരു സ്വഭാവം ചെറിയ കുട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് അതാ അവൻ അങ്ങനെ ചെയ്തു തന്നെ ബാപ്പ ചോദിക്കലുണ്ട്, മേച്ചാർത്ത് വാങ്ങിയിട്ടോ എന്ന് ചോദിക്കാറില്ല. ഇതുപോലെ നമ്മളെ മേർച്ചാത്ത് വാങ്ങിയതല്ല, ഞമ്മക്ക് ഈ വിദേഹത്തുകാരോടുള്ള വെറുപ്പ്, സുന്നിയല്ലാത്തവരോടുള്ള വെറുപ്പ്, അതാണ്ട് ദീന് മുറിച്ച് മാറ്റിയോണ്ടാണ്, ദീന് നശിപ്പിച്ചത് കൊണ്ടാണ്. അതിനെയാണ് യുക്തിവാദികളോടും എല്ലാവരും ദീനിനെ നശിപ്പിക്കുന്നവരോടുള്ള വെറുപ്പ്. അത് വലിയ അമലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മൊയ്തു മുസ്ലിയാർ നമ്മളെ സ്നേഹിച്ചത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് വേണ്ടിയാണ്. മൊയ്തു മുസ്ലിയാർ നമ്മളെ സ്നേഹിച്ചതും അങ്ങനെ തന്നെയാണ്. നമുക്കതിന് അർഹതയില്ലെങ്കിലും ഈ പാവപ്പെട്ട, എനിക്കറിയാം അദ്ദേഹം വല്ലാതെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന് ബാഹ്യമായ ദൃഷ്ടിയിൽ നമ്മളൊക്കെ നല്ല കാര്യം ചെയ്യുന്നവരാണ് എന്ന ഒരു ദൃഷ്ടിയിലായിരിക്കും അദ്ദേഹം സ്നേഹിച്ചത്. പടച്ച റബ്ബേ, അദ്ദേഹത്തിന്റെ ആ ചിന്ത പോലെ ഞങ്ങളെ നീ ആക്കി തരണേ അല്ലാഹ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങാടിയിലൂടെ പോകുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു മറ്റൊരാൾക്ക്, അതാ പോത കണ്ടോ ഒരാള്, അയാൾ രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കരച്ചിൽ വന്നു. കാരണം തീർത്തും ഞാൻ നിസ്കരിക്കാറില്ല, കുറെ സമയം ഞാൻ കിടന്നുറങ്ങും, ഞാനൊരു പകുതി സമയം മാത്രമേ നിസ്കരിക്കാറുള്ളൂ, എന്നെ വിചാരിക്കുന്നത് ഞാൻ തീർത്തും നിസ്കരിക്കുന്നല്ലേ. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, പഠിച്ചവനെ എന്നെ അതുകൊണ്ട് ശിക്ഷിക്കരുതേ, അതവർ ജനങ്ങളെ ധാരണയാണ്, ഞാൻ അത്രത്തോളം ഒന്നുമില്ല, ഇനി മേലിൽ ഞാൻ കഴിവതും രാത്രിയിൽ മുഴുവനും നിസ്കരിക്കാൻ ശ്രമിക്കും. ഓ മുഅ്മിനീങ്ങളെ, അതാണ് അള്ളാഹുവിന്റെ ശരിയായ ഉന്നതരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ ആലിമീങ്ങൾ, ഇമാമീങ്ങൾ. അള്ളാഹുവെ, അവരെ പിന്തുടർന്നു, അവരെ സ്നേഹിച്ചു, അവരെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. എല്ലാവരും എഴുന്നേറ്റുന്നൊരു ഫാത്തിഹയും സൂറത്തും ഓതണം. ഇത് മുസ്ലിയാരുടെയും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മരിച്ചുപോയവരുടെയും നമ്മുടെ ഉമ്മബാപ്പമാരുടെയും നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങളുടെയും പേരിൽ ഓർക്കാട്ടിരി കുഞ്ഞമ്പത് ഹാജി സിറാജുൽ ഹഖ് വലിയ സ്നേഹവും സഹായവും ചെയ്ത ആളാണ്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചുപോയി. അതുപോലെ പന്തലങ്കണ്ടി ഹസൻ ഹാജി കുറ്റിയാടിയിൽ മരണപ്പെട്ടു പോയി. നമ്മളെ സ്നേഹിച്ചിരുന്ന സഹായിച്ചിരുന്ന പലരും മരിച്ചുപോയി. നമ്മുടെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സ്നേഹിതന്മാർ, നേതാക്കൾ, പ്രവർത്തകന്മാർ പലരും മരിച്ചുപോയി. അള്ളാഹുവേ, എല്ലാവരും ഖബറിൽ നീ സന്തോഷം നൽകണേ അള്ളാഹ്. ഇന്ന് മുസ്ലിയാരുടെ ഭാര്യ ഇന്ന് മരണപ്പെട്ടു എന്ന് ആരോ പറഞ്ഞു, പോകാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അള്ളാഹുവേ, അതുപോലെ ആര് ആണ് പെണ്ണ് മരിച്ചുപോയവരുണ്ടോ എല്ലാവരും ഖബറിലും നീ സന്തോഷം നൽകണേ അള്ളാഹ്. ഒരു ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. എല്ലാവരും ഫാത്തിഹയും സൂറത്ത് ഓതണം. ഉമ്മാമയുടെ ആണ്ട് ദിവസമാണ് മുഹമ്മദ് സഖാഫി സുറൈജി അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ എല്ലാവരും ഖബറിലും സന്തോഷം നൽകട്ടെ. നമുക്കും ഖബർ കിടക്കുമ്പോൾ സന്തോഷത്തോടെ കിടക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അല്ലാഹു പെട്ടെന്ന് നമ്മൾ ആരെയും മരിപ്പിക്കാതിരിക്കട്ടെ. നല്ല ആരോഗ്യത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ് ധാരാളം പഠിക്കണം, പഠിച്ചത് പ്രചരിപ്പിക്കണം, നമ്മൾ തുടങ്ങി വെച്ചതൊക്കെ പൂർത്തീകരിക്കണം. നമ്മൾ എന്തെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്തതുണ്ടോ അതൊക്കെ അള്ളാഹു തആല പൂർത്തീകരിക്കാനുള്ള ദീർഘായുസ്സും ആഫിയത്തും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സ്ട്രോക്ക് ബാധിച്ച് വിഷമിക്കുന്ന പുത്തൂർ പോക്കർക്കാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളൊക്കെ തന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇലാ ഹദറത്തുൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.